RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 12 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. PSC UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേന പുതിയതായി പുറത്തിറക്കിയ സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പൽ ഏത്? ഇന്ത്യൻ നാവികസേന പുതിയതായി പുറത്തിറക്കിയ സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പൽ ഏത്? വാഗിർ ആണ് ഇന്ത്യയുടെ 5ാമത്തെ മുങ്ങിക്കപ്പലാണ്. ശ്രദ്ധിക്കുക, വാഗിർ. ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പലാണ് വാഗിർ. ഇന്ത്യയുടെ 5ാമത്തെ മുങ്ങിക്കപ്പലാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏത് ചരിത്രപ്രസിദ്ധമായ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ 84ാം വാർഷികമാണ് 2020 നവംബർ 12 ആഘോഷിക്കുന്നത്? കേരളത്തിലെ ഏത് ചരിത്രപ്രസിദ്ധമായ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ 84ാം വാർഷികം ആണ് 2020 നവംബർ 12 ആഘോഷിക്കുന്നത്? ഇപ്പോൾ 84 വർഷമായത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 അപ്പോൾ 84ാം വാർഷികമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന്? നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഡോക്ടർ സലിം അലിയുടെ ജന്മദിനമാണ് നവംബർ 12. ഈ ദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷരഹിതമായ മീൻ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്നതിനായി മത്സ്യഫെഡിന് കീഴിൽ ആരംഭിച്ച പദ്ധതി? വിഷരഹിതമായ മീൻ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്നതിനായി മത്സ്യഫെഡിന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഫ്രഷ് മീനാണ്. ശ്രദ്ധിക്കുക, ഫ്രഷ് മീൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിനായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിനായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് മണി എന്നാണ്. റിസർവ് ബാങ്ക് കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ജനുവരിയിൽ നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകം ഏത്? പുസ്തകം എന്നാണ്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകം ഏത്? 2020 ജനുവരിയിൽ നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകം ഏത്? കർമ്മയോധ ഗ്രന്ഥം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേര് കർമ്മയോധ ഗ്രന്ഥം. ശ്രദ്ധിക്കുക, കർമ്മയോധ ഗ്രന്ഥം. ഇത് രചിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായുടെ കൃതിയാണ് കർമ്മയോധ ഗ്രന്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആര്? ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആര്? പി വീരമുത്തുവേലാണ് ചാന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ശ്രദ്ധിക്കുക, പി വീരമുത്തുവേൽ. പി വീരമുത്തുവേൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം? വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രി വിജയ് രൂപാണി. മുഖ്യമന്ത്രിയുടെ പേര് വിജയ് രൂപാണി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 9, ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാളിന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കിയ ഹിന്ദി സിനിമയിൽ നായിക വേഷം അവതരിപ്പിച്ച ആരാണ്? ആസിഡ് ആക്രമണം അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ. ഇവരുടെ പേരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആസിഡ് ആക്രമണം അതിജീവിച്ച ലക്ഷ്മി അഗർവാളിന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കിയ ഹിന്ദി സിനിമയിൽ നായിക വേഷം അവതരിപ്പിച്ചത് ആരാണ്? ദീപിക പദുകോണാണ്. ദീപിക പദുകോൺ. അതേപോലെ ആ സിനിമയുടെ പേര് ചപ്പാക്ക് എന്നാണ്. സിനിമയുടെ പേര് ശ്രദ്ധിക്കുക, ചപ്പാക്ക് എന്നാണ്. സംവിധാനം മേഘന ഗുൽസാർ. 3 കാര്യങ്ങളിവിടെ ശ്രദ്ധിക്കണം. ലക്ഷ്മി അഗർവാളിൻ്റെ ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ദീപിക പദുക്കോണാണ്
അതിലെ നായിക, അതേപോലെ സിനിമ ഛപ്പാക്കാണ്, അതേപോലെ സംവിധാനം മേഘന ഗുൽസാർ. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ തേർഡ് അമ്പയറായ ആദ്യ വനിത ആര്? പുരുഷന്മാരുടെ അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ തേർഡ് അമ്പയറായ ആദ്യ വനിത ആരാണ്? ജാക്ലിൻ വില്യംസ് ആണ്. ശ്രദ്ധിക്കുക, ജാക്ലിൻ വില്യംസ് ആണ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര 2020 മത്സരത്തിലെ തേർഡ് അമ്പയറായ ആദ്യ വനിത, ജാക്ലിൻ വില്യംസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. പത്മഭൂഷൺ 2020 നേടിയ മലയാളികൾ ആരെല്ലാം? 2 പേർക്കാണ് പത്മഭൂഷൺ 2020 ലഭിച്ചത്. അവരുടെ പേര് അവരാരെല്ലാം? പത്മഭൂഷൺ 2020 നേടിയ മലയാളികൾ ആരെല്ലാം? എം മുംതാസ് അലി, ശ്രീ എം എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എം മുംതാസ് അലിയാണ് ഒന്ന്. രണ്ടാമത്തെ NR മാധവ് മേനോൻ, ഡോക്ടർ NR മാധവ് മേനോനാണ്. 2 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. എം മുംതാസ് അലിയും NR മാധവ മേനോൻ. എം മുംതാസ് അലി. അടുത്ത ക്വസ്റ്റ്യൻ. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ ചിലപ്പോൾ അടുത്ത ചോദ്യം കായിക രംഗത്തെ ഓസ്കാർ ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ലോറിയസ് സ്പോർട്സ് അവാർഡാണ്. ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഏക ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ശ്രദ്ധിക്കുക, രണ്ടാമത്തേതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് നമുക്കറിയാം SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. 2020 കേന്ദ്ര ബജറ്റ് പ്രകാരം പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് താമസിക്കണം? 2020 കേന്ദ്ര ബജറ്റ് പ്രകാരം പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് താമസിക്കണം? 250 ദിവസം വിദേശത്ത് താമസിച്ചാലേ പ്രവാസിയായി കണക്കാക്കുള്ളൂ. എത്രയാണ്? 250 ദിവസം. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമയ്യയാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമയ്യ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്ത്? കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് യോദ്ധാവ് എന്നാണ്. ശ്രദ്ധിക്കുക, യോദ്ധാവ്. ലഹരി വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് യോദ്ധാവ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ബാഫ്റ്റ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? ബാഫ്റ്റ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാഫ്റ്റ അവാർഡ് നൽകുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് അക്കാദമി നൽകുന്ന ഫിലിം അവാർഡ് ആണിത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.